ഹായ്, സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നത് ഇന്നലെ കട്ട് ചെയ്ത പെട്ടിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ്. ഫിനിഷിംഗ് ആയിട്ട് ഞങ്ങൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഫസ്റ്റായിട്ടുള്ള ഇത് ഫ്രണ്ടിൻ്റെ പീസാണ്. ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസാണ്. ഈ രണ്ട് പീസിനെ ഇതുപോലെ വെച്ച് ഞങ്ങൾ ഈ മെഷീനിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഇത് കറണ്ടിൻ്റെ മെഷീനാണ്. ഒന്ന് മറന്നുപോയി, ഞാൻ ഇപ്പോൾ പറയാം ഈ മെഷീനിൻ്റെ കാര്യം. ഇതിപ്പോൾ ടേബിൾ ടോപ്പ് മെഷീനല്ലേ. ഇപ്പോൾ ഈ ടേബിൾ ടോപ്പ് മെഷീനിൽ നിങ്ങൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. കുറച്ച് ചില ആൾക്കാർക്ക് ഈ മെഷീനിൽ സ്റ്റിച്ചിങ് ചെയ്യാമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചില ആൾക്കാരുടെ കൂടെ ഇതുപോലത്തെ മെഷീൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ചെയ്യാം. ഇത് കറണ്ടിൻ്റെ മെഷീനാണ്. ഇതിലൊരു ലൈറ്റ് ഉണ്ടാവും. ഇവിടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഭാഗത്തിൽ ലൈറ്റ് ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ ഫൂട്ട് കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഈ ടൈപ്പിൻ്റെ ഇതിനെ പ്രസ് ചെയ്യുന്നതാണ്. ഈ കറണ്ടിൻ്റെ മെഷീന് ഇതിനെ കാലിക്കൊണ്ട് ഇത് പ്രസ് ചെയ്യുന്ന. അപ്പോൾ ഞാൻ ഇതിൽ ഇന്ന് കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഉയർത്താനുള്ള ഭാഗമുണ്ട്. ഫൂട്ട് ഉയർത്താനുള്ള ഭാഗം ഇതാണ്. ഈ പാർട്ട് കാണുന്നുണ്ടോ? ഓക്കെ, ഇത് താഴോട്ടും ഫൂട്ടിനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ചു. താഴോട്ട് വെച്ചു. ഇനി സ്റ്റിച്ച് ചെയ്യാം. ഇനി ഞങ്ങളിതിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്തു. ഈ ഭാഗത്തിനിങ്ങനെ പ്രസ് ചെയ്താൽ ഇത് ലോക്കാവും. അതുപോലെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇനി ഒരു ഭാഗത്തിൻ്റെ ഷോൾഡറിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ലോക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ 1/2 ഇഞ്ചിലാണ് ചെയ്യുന്നത്. ഇതുപോലെ 1/2 ഇഞ്ചിൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ ഈ ഭാഗത്തിൽ മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ചിൻ്റെ ഭാഗത്തിൽ ഇത്രയായിട്ട് മാർക്ക് ചെയ്ത് പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. ഇനി ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലേ, ഇതിനെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലേ, ഇതിനെ ഒരു ഫോൾഡായിട്ട് മടക്കി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ആവും. ഇങ്ങനെ ഇപ്പോൾ ഫിനിഷിങ് കിട്ടും ഞങ്ങൾക്ക്.
ഇങ്ങനെ ആയാൽ ഞങ്ങൾക്കിപ്പോൾ ഈ സൈഡെല്ലാം മടക്കി തിന്നണമെങ്കിൽ ഇവിടെ ഫിനിഷിങ് കിട്ടും. അതുകൊണ്ടിട്ട് ഇതിങ്ങനെ മടക്കി തിന്നുന്നതാണ്. ഈ സൈഡിലും അതുപോലെ ഞങ്ങൾ മടക്കി തിന്നിട്ട് എടുക്കാം. ഇതിനെ ഒരു ഫോൾഡ് ചെയ്തു, പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചു. ഒരു ഫോൾഡായി മടക്കിയിട്ട് തുന്നിയിട്ട് എടുക്കാം. എടുത്തു.